ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ലോകപ്രസിദ്ധമായ കടലിനോട് ചേർന്ന് നിൽക്കുന്ന സൂരപത്മ വധം നടന്ന ഈ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നും പലർക്കും അറിയില്ല. നമ്മൾ തിരുച്ചെന്തൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മുരുകനെ പോയി കാണുകയല്ല വേണ്ടത്. അതിനു മുൻപായിട്ട് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന തൂണ്ടുകൈ വിനായകർ കോവിലിൽ പോയി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഇതുപോലെ ഒരു തേങ്ങ ഉപയോഗിച്ച് നിങ്ങളുടെ ദൃഷ്ടി കളയണം. ഒരു തേങ്ങ ഉപയോഗിച്ച് തന്നെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ദൃഷ്ടി കളയാം. വലത്തേക്ക് 3 തവണ, ഇടത്തേക്ക് 3 തവണ, തല മുതൽ പാദം വരെ 3 തവണ ഒഴിഞ്ഞ് ഉടച്ചു കളയുക. വീട്ടിലെ മുതിർന്ന അംഗം വേണം ദൃഷ്ടിയെടുക്കാനായിട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാം, അല്ലെങ്കിൽ ഈ കോവിലിനോട് ചേർന്ന് തന്നെ ഒരുപാട് ശിവനടിയാറുകളുണ്ട്. അവർക്കൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ദൃഷ്ടിയെടുത്ത് തരും. ദൃഷ്ടിയെടുക്കാനുള്ള തേങ്ങ തൊട്ടടുത്ത കടകളിൽ നിന്ന് വാങ്ങിക്കാം. അവിടെയുള്ള പശുക്കൾക്ക് പഴം വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ്. വിഘ്നേശ്വരൻ്റെ കോവിലിൽ പോയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിറപ്പ് ദർശനം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നേരെ പോയി കടലിൽ കുളിച്ച് ശേഷം നാഴിക്കിണറിൽ കുളിച്ചത് പുണ്യതീർത്ഥമാണ്. കുളിച്ച് ഈറൻ വസ്ത്രം മാറി പിന്നീട് വേണം ഭഗവാൻ സുബ്രഹ്മണ്യനെ പോയി കാണാനായിട്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാമെന്ന് കരുതാതെ തൊട്ടപ്പുറത്ത് തന്നെ വള്ളി ഗുഹയുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ പ്രിയപ്പെട്ട പത്നി വള്ളി ദേവി. തൊട്ടപ്പുറത്ത് തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യനെ കണ്ട് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ നോക്കുന്നത് ഈ വള്ളി ഗുഹയിലേക്കാണ്. അവിടെ വള്ളിയമ്മയുണ്ട്. അവിടെ പോയി പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും, സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ കല്ലെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീട് കിട്ടുമെന്നുള്ളതൊരു വിശ്വാസമാണ് കേട്ടോ. അതേപോലെ തന്നെ മാംഗല്യ ഭാഗ്യം, സന്താന ഭാഗ്യം, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഐശ്വര്യം, ഐക്യം എന്ത് തന്നെയാണെങ്കിലും. ഇതാ വള്ളി ഗുഹയിൽ സന്തനമലയാണ്. ഇവിടെയൊന്നും വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല, അതുകൊണ്ടാണ് വീഡിയോ കൃത്യമായിട്ട് കാണിക്കാത്തത്. അവിടെ ഇതുപോലെ പ്രസാദം കിട്ടും. വള്ളി ഗുഹയിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോകേണ്ടത് അവിടെ തൊട്ടപ്പുറത്ത് മൂവർ ജീവസമാധിയുണ്ട്. ഈ കോവിൽ പണിയാൻ കാരണമായവരുടെ ജീവസമാധിയാണ്. അവിടെ പോയി ഒരു 15 മിനിറ്റ്സ് ശാന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോന്നോളൂ. നിങ്ങൾക്ക് രാഹു ദോഷമുണ്ട്, കേതു ദോഷമുണ്ട്, ശനി ദോഷമുണ്ട്, എത്ര വലിയ പ്രശ്നമാണ്. ഇതിൽ നിന്ന് ഇനി എനിക്കൊരു ഉയർച്ചയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ തിരുച്ചെന്തൂരിൽ പോയി വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കും. ജീവിതത്തിലെ ദുരിതങ്ങൾ കുറഞ്ഞ് ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും. ഓം ശരവണ ഭവ. വെറ്റുവേൽ മുരുകനുക്ക് ഹരോഹര.